القهار الغافر الذنب وكابل التوب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة واجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് ഈമാനും തഖ്വയും മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു തഖ്വയോടുകൂടി ജീവിക്കുവാനും മരണസമയത്ത് ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പവിത്രമായ ഒരു ദിനത്തിലാണ്. ഇന്നത്തെ ദിവസം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങൾ ഒരേ വേഷമണിഞ്ഞ് ഒരേ തൽബിയത്ത് ചൊല്ലി ഒരേ ചിന്തയോടുകൂടി അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുകയാണ്. അള്ളാഹു ഈ പ്രാവശ്യം ഹജ്ജിന് പോയ സഹോദരങ്ങൾക്ക് പരിപൂർണമായ ആരോഗ്യത്തോടുകൂടി പ്രയാസങ്ങളില്ലാതെ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കുവാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അറഫ നൽകുന്ന മഹത്തായ ഒരു സന്ദേശം അല്ല, ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങൾ എല്ലാം നൽകുന്ന മഹത്തായ ചില സന്ദേശങ്ങളുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും ആത്മീയമാണ്, അള്ളാഹുവുമായും പരലോകവുമായും ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഒരു ഭാഗം ഭൗതിക ജീവിതത്തിൽ മനുഷ്യർക്ക് നേർക്ക് നേരെ കാണാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ചില പ്രത്യേകതകളാണ്. അതിൽ പ്രധാനപ്പെട്ടത് അറഫയാണെങ്കിലും ഹജ്ജാണെങ്കിലും നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും എല്ലാം നൽകുന്ന ഒരു സന്ദേശം മനുഷ്യർക്കിടയിലുള്ള സാഹോദര്യവും മനുഷ്യർക്കിടയിലുള്ള ഐക്യവും മനുഷ്യർക്കിടയിലുള്ള ഉച്ചനീചത്വങ്ങളില്ലായ്മ ചെയ്യലും ഒക്കെയാണ്. പള്ളിയിലെ ഈ ജുമാ നമസ്കാരം പോലും ലോകത്ത് മാനവിക ഐക്യത്തിന്, മനുഷ്യർക്ക് പരസ്പരമുള്ള തറവാടിത്തത്തിൻ്റെ പേരിലും കുലമഹിമയുടെ പേരിലും സമ്പത്തിൻ്റെ പേരിലുമൊക്കെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ നടക്കുന്ന ഉച്ചനീചത്വത്തിനപ്പുറത്ത് അതിനതീതമായിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ആദമിൻ്റെ മക്കളായ മുഴുവൻ മനുഷ്യരും എല്ലാവരും സമന്മാരാണ് എന്ന് വിളിച്ചോതുന്നതാണ് ഈ ഇരുത്തം പോലും. ഈ പള്ളിയിലേക്ക് കോഴിക്കോട് ജില്ലാ കലക്ടർ കയറി വന്നാൽ നമ്മൾ ഈ പള്ളിയിൽ പ്രത്യേകിച്ച് യാതൊരു കസേരയും ഇട്ടുകൊടുക്കുകയില്ല. അല്ലെങ്കിൽ ജില്ലാ കലക്ടറോ മുഖ്യമന്ത്രിയോ ഈ പള്ളിയിലേക്ക് കയറി വന്നാൽ അദ്ദേഹത്തിന് മുന്നിലെ സൊഫിൽ ഒരു ഇടമില്ല. എവിടെയാണോ പള്ളിയിൽ ഒഴിവുള്ളത് അവിടെ മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ. യാചകനായ ഒരു മനുഷ്യൻ, ഒന്നുമില്ലാത്ത ഫക്കീറായ വളരെ പാവപ്പെട്ട യാചകനായ ഒരു മനുഷ്യൻ നേരത്തെ പള്ളിയിലെത്തിയാൽ ആ മനുഷ്യനോട്
നീ പിറകിലെ ഇന്ന സ്ഥലത്തെ ഇരിക്കാൻ പാടുള്ളൂ എന്ന് പള്ളിയിലെ ഇമാമ് പറഞ്ഞാൽ ആ ഇമാമിന് നാളെ പള്ളിയിൽ സ്ഥാനമില്ല, അയാൾ ഇവിടുന്ന് പുറത്താക്കും. കാരണം അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മനുഷ്യർ അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലയിൽ, ആദമിന്റെ സന്തതികൾ എന്ന നിലയിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വന്നിട്ടുള്ള മനുഷ്യർ മുഴുവനും ഒന്നാണ്, ഒരുപോലെയാണ്. പാവപ്പെട്ട മനുഷ്യന്റെ കാല് നിൽക്കുന്നിടത്തായിരിക്കും ഒരുപക്ഷെ ഈ ജില്ലയിലെ ഏറ്റവും വലിയ സമ്പന്നനായ പണക്കാരനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പിന്നിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യന്റെ കാല് എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും ആ മനുഷ്യന്റെ നെറ്റിത്തടം വെക്കേണ്ടി വരിക. ഇത് ഇസ്ലാമിലെ ആരാധനകർമ്മങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ഇതിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ്, മാതൃകയാണ് അറഫയിൽ നമ്മൾ കാണുന്നത്. അറഫ മൈതാനിയിൽ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള 10-35 ലക്ഷം മനുഷ്യർ ഒരുമിച്ച് കൂടുകയാണ്. ഒരേ സമയത്ത്, ഒരേ വേഷത്തിൽ, ഒരേ മുദ്രാവാക്യത്തിൽ, ഒരേ ചിന്തയിൽ. ആർക്കും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ടാവില്ല. സൗദി അറേബ്യയിലെ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ ഹജ്ജ് കർമ്മത്തിനെത്തിയിട്ടുള്ള രാഷ്ട്രത്തലവന്മാരുണ്ട്. ഈ രാഷ്ട്രത്തലവന്മാർക്ക് അവർക്ക് തൽക്കാലം ഈ ചൂട്ടിന് അറഫയിൽ പോയി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അവർ വിശ്രമിക്കട്ടെ, അറഫ അവർക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ തീരുമാനമൊക്കെ എടുക്കാം. പക്ഷെ ആ സഹോദരന് ഹജ്ജ് കിട്ടുകയില്ല. മാത്രമല്ല ഇന്ന് തിരക്കാണ്, ദുൽഹജ്ജ് 9 തിരക്കാണ്. അതുകൊണ്ട് നമുക്കെല്ലാവരുടെയും തിരക്ക് കഴിഞ്ഞ് 10 അന്ന് പോയിട്ട് അറഫയിൽ നിൽക്കാമെന്ന് ആരെങ്കിലും ധരിച്ചാൽ അവിടെയും ആ മനുഷ്യന്റെ ഹജ്ജ് നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് യാതൊരു വിധത്തിലുമുള്ള ഭൗതികമായോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രത്യേകതയും അനുവദിക്കാതെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒരേ ചിന്തയിലും ഒരേ മനസ്സിലും അർദ്ധനഗ്നനായിട്ടാണ്, തോള് പുറത്ത് കാട്ടിയിട്ടാണ് തവാഫിന്റെ സമയത്ത് ഓടേണ്ടതെങ്കിൽ അത് അമേരിക്കൻ പൗരൻ വന്നാലും ഇന്ത്യക്കാരൻ വന്നാലും പാകിസ്ഥാൻകാരൻ വന്നാലും രാഷ്ട്രത്തലവന്മാർ വന്നാലും ഒക്കെ ആ കാബാലയത്തിന്റെ ചുറ്റും അങ്ങനെ തന്നെ ഓടണം. സഈന്റെ ഇടയിൽ പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഓടൽ സുന്നത്താണെങ്കിൽ അതെല്ലാവർക്കും സുന്നത്താണ്. ഞാൻ സൂചിപ്പിച്ചത് അറഫ നൽകുന്ന മഹത്തായ ഒരു സന്ദേശം ലോകത്ത് മറ്റൊരു ദർശനത്തിനും നൽകാൻ കഴിയാത്ത ഉദാത്തമായ ഒരു ദർശനം. അത് മനുഷ്യർ പരസ്പരമുള്ള ഉച്ചനീചത്വങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ്. മനുഷ്യരെല്ലാവരും ഒരു വിശ്വാസത്തിന്റെ കീഴിൽ, ഒരു തഖ്വയുടെ, ഒരു ചിന്തയുടെ കീഴിൽ അവരൊന്നാണ് എന്ന ചിന്ത മനുഷ്യരിൽ ഉടനീളം ഉണ്ടാക്കുന്നു. ഇത് ഇസ്ലാമിന്റെ എല്ലാ ആരാധന കർമ്മങ്ങളിലും ഉള്ളതാണ്. അത് നോമ്പിലാണെങ്കിലും സക്കാത്തിലാണെങ്കിലും നമസ്കാരത്തിലാണെങ്കിലും ഒക്കെ ഈ ചിന്തയുണ്ട്. അപ്പോ ഹജ്ജ് നൽകുന്ന മഹത്തായ ഒരു സന്ദേശം, അത് മനുഷ്യന്റെ ഐക്യം, ഭൗതികമായി നൽകുന്ന സന്ദേശം മനുഷ്യന്റെ ഐക്യവും മനുഷ്യർക്കിടയിലുള്ള ഉച്ചനീചത്വങ്ങളില്ലായ്മയുമാണ്. ഇനി ഹജ്ജിന്റെ സമയത്ത് ഓർക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദർശ രംഗത്തെ പിതാവ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന, ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ലോകത്ത് അറിയപ്പെട്ട സിവിലൈസേഷനുകൾ രംഗത്ത് വരുന്നതിന്റെ മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കാൻ കഴിയുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം സ്കൂളിലെ കുട്ടികളും കോളേജിലെ കുട്ടികളുമൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു അബദ്ധ ധാരണയുണ്ട്. അത് നദീതടങ്ങളിൽ നിന്നാണ് സംസ്കാരങ്ങൾ ഉണ്ടാകാറ്, സിവിലൈസേഷനുകൾ ഉണ്ടാകുന്നത് നദീതടങ്ങളിൽ നിന്നാണ് എന്ന് 4ാം ക്ലാസ് മുതലേ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അബദ്ധത്തിൽ പഠിച്ചു വരുന്നുണ്ട്. അത് അബദ്ധമാണ്. അബദ്ധമാണെന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം. മക്ക ഒരു മരുഭൂമിയാണ്. മക്കയിൽ നദികളില്ല എവിടെയും. പിന്നെ ഭൂമിശാസ്ത്രജ്ഞന്മാർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, മക്കയിലും സൗദി അറേബ്യയിലും ഒക്കെ ആ ഭാഗത്തൊക്കെ മുമ്പ് കടലുണ്ടായിരുന്നോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ പോലും പുഴ ഉണ്ടായിരുന്നു എന്ന്, നദീതടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ ആർക്കിയോളജിയിൽപ്പെട്ട ആരും, ആ ഗവേഷണം നടത്തുന്ന ആരും പറഞ്ഞിട്ടില്ല. ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത് മക്കയിൽ വെച്ചാണ്.
ആ സംസ്കാരത്തിന്റെ പിതാവ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അതാണ് മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ മില്ലത്തിന്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച നമ്മുടെ ആദർശ രംഗത്തെ പിതാവ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന് സമർപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാതൃകയും ഉദാഹരണവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലുണ്ട്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത് ഇബ്രാഹിം അല്ലദീ വഫാ, എല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഖുത്ബയിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഉടനീളം പറയുമ്പോൾ മിക്കവാറും ആളുകളൊക്കെ ഉറങ്ങും. കാരണം വർഷങ്ങളായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവും ചരിത്രത്തിൽ നിന്നുള്ള പാഠവും കേട്ട് മനഃപ്പാഠമാക്കിയിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവചരിത്രം ഓരോന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് മുസ്ലിമീങ്ങൾ. 3 കാര്യങ്ങൾ മാത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവചരിത്രത്തിൽ നിന്ന് 3 മാതൃകകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ പാഠം അത് അള്ളാഹുവിനുള്ള സമർപ്പണമാകുന്നു. വഇദ് ഖാല റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, അസ്ലിം, നീ അള്ളാഹുവിനെ സമർപ്പിക്കുക, അള്ളാഹുവിനെ കീഴടങ്ങുക. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ അള്ളാഹുവിനെ സമർപ്പിച്ചിരിക്കുന്നു. എപ്പോ, എന്ത്? 18ാമത്തെ വയസ്സിൽ തുടങ്ങുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമർപ്പണം. സ്വന്തം പിതാവിന്റെ മുന്നിൽ ആസർ എന്ന് പറയുന്ന ആസറിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ചില്ലറ ഒരു ബിംബമുണ്ടാക്കുന്ന മനുഷ്യൻ. അതിനപ്പുറത്ത് ആസർ ആ നാട്ടിലെ ഏറ്റവും കൊള്ളാവുന്ന മനുഷ്യനാണ്, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ മകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 18 വയസ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ താങ്ങും തണലും ആവശ്യമുള്ള സമയം. ഈ സമയത്താണ് യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഅനി അൻക ശൈഅ, എന്തിനാ പിതാവേ കാണാത്ത കേൾക്കാത്ത ഒരു ഉപകാരവും ചെയ്യാത്ത ഈ ബിംബങ്ങളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഇതിനെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് സഅസ്തഗ്ഫിറു ലക റബ്ബി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി നോക്കാം, ഞാൻ എൻ്റെ രക്ഷിതാവിലേക്ക് പോകുന്നു, അവൻ എന്നെ നന്മാർഗത്തിലേക്ക് നയിക്കും. ഇത് പറഞ്ഞിട്ട് 18ാമത്തെ വയസ്സിൽ സൗകര്യങ്ങളെ മുഴുവനും വലിച്ചെറിയുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ 4000 ചില്ലാനം വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്രം അവിടെ വെക്കുക. ഇന്നത്തെ ഇബ്രാഹിമുമാരെയും ഇസ്മായിലുമാരെയും എടുത്ത് പരിശോധിച്ചു നോക്കുക. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടല്ല, ഞാൻ എന്നിലേക്ക്, നമ്മളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന് വേണ്ടിയിട്ട് 18ാമത്തെ വയസ്സിൽ സൗകര്യങ്ങളെ മുഴുവനും വലിച്ചെറിയാൻ തയ്യാറായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ മില്ലത്തിന്റെ അനുയായിയാണ് ഞാൻ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നത്. ആ മാതൃക സ്വീകരിച്ചിട്ടാണ് ഞാൻ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത്. എങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണോ? പരിപൂർണമായും അല്ലെങ്കിലും ഒരു ഭാഗമെങ്കിലും ഇങ്ങനെയാക്കാൻ നമുക്ക് കഴിയുമോ? അള്ളാഹുവിന് വേണ്ടിയിട്ട് സൗകര്യങ്ങളെ മാറ്റിവെക്കാൻ ചെറിയ ഉദാഹരണം മാത്രം പറയട്ടെ. നമ്മുടെയൊക്കെ കച്ചവടം നമ്മുടെ അന്നത്തിന്റെ മൈഷത്തിന്റെ മാർഗമാണ്. അള്ളാഹു അതിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. പക്ഷേ വെള്ളിയാഴ്ച ദിവസം എന്താ അള്ളാഹുവിന്റെ കൽപ്പന? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ, ഫസ്ഔ ഇലാ ദിക്രില്ലാ. വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ജുമുഅക്ക് വേണ്ടി ധൃതിയോടുകൂടി പള്ളിയിലേക്ക് പോകണം. ജുമുഅയുടെ സമയമായി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് നേരത്തെ എത്തണം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. ആദ്യമെത്തിയ മനുഷ്യൻ ഇന്ന പ്രതിഫലമുണ്ട്, രണ്ടാമതെത്തുന്ന മനുഷ്യൻ ഇന്ന പ്രതിഫലമുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞു, ഖതീബ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ മലക്കുകൾ ഏടുകൾ മടക്കി വെക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്കോ? ആ സമയത്താണ് ഇബ്ലീസിന്റെ പണി അല്ലെങ്കിൽ അള്ളാന്റെ പരീക്ഷണം എന്ന നിലയിൽ കച്ചവടം അത്യാവശ്യം കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാളുകൾ വരിക. അപ്പോഴെന്താ മൗലവി ചെയ്യുക?
പീടിയിൽ ആരെങ്കിലും വേണ്ടേ, കടയിൽ ആരെങ്കിലും വേണ്ടേ? എന്നിട്ട് കാണാം, നമസ്കാരം തുടങ്ങിയാൽ പോലും പള്ളിയിലേക്ക് വരുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, ഇവനാണ് നാളെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക സ്വീകരിച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നത്. എത്രമാത്രം നമുക്ക് അർഹതയുണ്ടാകും ആലോചിച്ച് നോക്കുക. വൈദ് ഖാല റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു പറഞ്ഞു, നീ അല്ലാഹുവിന് സമർപ്പിക്കണം, ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. എന്റെ കച്ചവടത്തിന്, എന്റെ ജോലിക്ക് ഹറാമായ ഒരു സംഭവം വരുന്നു, മോന് കല്യാണം നിശ്ചയിച്ചു. അപ്പോഴാണ് 2 അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാരതാ, ഒന്നൊരു പള്ളിയിലെ മൗലവിയുടേതാ. മൂപ്പരുടെ പ്രത്യേകത എന്താ? അദ്ദേഹം 5 മണിയായാൽ കൃത്യമായിട്ട് പള്ളിയിലുണ്ടാകും, ജമാഅത്തിന് സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലുണ്ടാകും. ഹറാമായ 10 ഉറുപ്യ പോലും അദ്ദേഹത്തിന്റെ പോക്കറ്റിലില്ല. സ്വാലിഹായ മനുഷ്യനാണ്. പക്ഷേ വരുമാനം വളരെ കുറവാണ്. വളരെ താഴ്ന്ന ജീവിത നിലവാരമാണ് അദ്ദേഹത്തിൻ്റെത്. മകന് വേണ്ടി അദ്ദേഹത്തിന്റെ വിവാഹ അന്വേഷണം വന്നിരിക്കുന്നു. വേറൊരു വിവാഹ അന്വേഷണം വന്നിരിക്കുന്നു. പട്ടണത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ, അത്യാവശ്യം നല്ല തറവാടിത്തമുള്ള, അത്യാവശ്യം നല്ല ശേഷിയുള്ള ആളുടെ മകള്. ഇവിടെയാണ് എന്റെ ചിന്ത പോകുന്നത്, നമ്മുടെ ചിന്ത പോകുന്നത്. എന്താ, പള്ളിയിലെ മൗലവീന്റെ മോളെ കല്യാണം കഴിച്ച ഇപ്പോഴുള്ള ഗുണം എന്താ? തറവാടിത്തം പോരാ. പള്ളിയിലെ പണിയാണ്, പള്ളിയിൽ ഇമാമാണ്, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളാണ്. തറവാടിത്തം അത്ര പോരാ. പിന്നെ മറ്റേതാകുമ്പോ വലിയ തറവാടിത്താണ്. ഇവനാണ് നാളെ എന്ത് ചെയ്യുന്നത്? പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത്. ആരുടെ മാതൃക? എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക സ്വീകരിച്ചിട്ട് സ്വന്തം മകന് ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോ ആദർശം നോക്കിയിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിന് പോലും തയ്യാറല്ലാത്ത മനുഷ്യർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ അർഹതയുണ്ടാകുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ പാഠം അള്ളാഹുവിന് സമർപ്പിച്ചതാണെങ്കിൽ എല്ലാറ്റിനും അപ്പുറത്ത് എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ചിന്ത, ജീവിതത്തിൽ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും ശരി അള്ളാഹുവിന്റെ തൃപ്തി, റിളല്ലാ, അത് നഷ്ടപ്പെടാതെ നോക്കാനാണ് ഞാൻ എല്ലാറ്റിനേക്കാളും മുൻഗണന നൽകുക. തമ്മിൽ തർക്കം നടക്കുന്നു, ഒരു യോഗം നടക്കുന്നു. അപ്പോ നമ്മളെക്കുറിച്ച് ഒരുപാട് വിമർശനം, ഒരുപാട് ആളുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതേ നാണയത്തിൽ എനിക്കും തിരിച്ചടിക്കാം. ഇന്ന് രാഷ്ട്രീയ രംഗത്തൊക്കെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. ഇങ്ങോട്ടെങ്ങനെയാണോ പറഞ്ഞത് അതിനേക്കാൾ 4 ഇരട്ടി തിരിച്ചു പറയാം. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമില്ലാതാക്കാൻ, എന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു, എന്റെ ഈ രംഗത്തുള്ള, എന്റെ ഈ ഭാഗത്തുള്ള, ഇവിടെയുള്ള വില ഇടിഞ്ഞാലും ശരി, അള്ളാഹുവാണ് എനിക്ക് വലുത്, പടച്ചവന്റെ മാർഗമാണ് എനിക്ക് വലുത്. പിന്മാറാൻ തയ്യാറുണ്ടോ? അവനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക സൂചിപ്പിച്ചത്. ഇബ്രാഹിം നബിയുടെ മാതൃക ഒന്നാമത്തേത്, എല്ലാറ്റിനും അപ്പുറത്ത് ലാ ഇലാഹ അല്ലാഹു അക്ബർ. അത് മാത്രം മനസ്സിലാക്കുക. നമ്മൾ അല്ലാഹു അക്ബർ എന്നത് പെരുന്നാളിൻ്റെ അന്ന് ചൊല്ലാനുള്ള, ബാങ്ക് വിളിക്കുമ്പോൾ ചൊല്ലാനുള്ളതല്ല, പ്രായോഗികമാക്കാനുള്ളതാണ്. അള്ളാഹുവാണ് വലിയവൻ. എന്റെ സ്ഥാനത്തെക്കാൾ, എന്റെ സമ്പത്തിനേക്കാൾ, എന്റെ കൃഷിയേക്കാൾ, എന്റെ കുടുംബത്തിനേക്കാൾ, എല്ലാത്തിനേക്കാളും എനിക്ക് വലിയത് അള്ളാഹുവാണ് ആകുന്നു. പെരുന്നാളിന് പോകുമ്പോ തക്ബീർ ചൊല്ലുന്നുവെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തക്ബീർ ചൊല്ലുക. ഞാൻ നിങ്ങളൊക്കെ അള്ളയാണ് വലുത്, അള്ളാന്റെ മേലെ വേറൊന്നുമില്ല, പണമാണെങ്കിലും എന്താണെങ്കിലും. 2, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഒരു പാഠം തവക്കുലാണ്. അള്ളാഹുവാണോ പറഞ്ഞത് എങ്കിൽ ഞാനത് സ്വീകരിക്കാൻ അതിന് അള്ളാഹു എന്റെ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസം. നമുക്ക് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, മക്ക എന്ന് പറയുന്നത് മണലാരണ്യമാണ്, മരുഭൂമിയാണ്, പുല്ലുമോളും നടക്കാത്ത സ്ഥലമാണ്. അല്ലാഹുവേ, ഞാനിതാ എന്റെ കുടുംബത്തെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. എവിടെ? ബിവാദിൻ ഗൈറ ദീ സർഇൻ, പുല്ലുമോലും മുളക്കാത്ത, ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ. ആരെയാ കൊണ്ടുവെക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ചോര പൈതല്, ഒരു അടിമ സ്ത്രീയായ ഹാജറ എന്ന് പറയുന്ന ഭാര്യ,
വേറെ ആരുമില്ല ദുനിയാവില്. ആ പ്രദേശത്ത് മക്ക പരിസരത്ത് ആരുമില്ല. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം മകനെയും ഉമ്മയെയും കൊണ്ട് ചെന്നാക്കുന്നു. തിരിച്ചു പോരുമ്പോ ഹാജറ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ചെയ്യുന്നത്? അതെ, പടച്ചവൻ കൽപ്പിച്ചതാണ്. എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് തിരിച്ചു പോന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് അവിടെയുള്ള ധൈര്യം? അള്ളാഹു ആണോ കൽപ്പിച്ചത്? എങ്കിൽ ഞാനത് പ്രായോഗികമാക്കും. അതിന് അള്ളാഹുവിന്റെ സഹായം എനിക്ക് ഉണ്ടാകും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, പടച്ച തമ്പുരാനെ, അവിടെ എല്ലാ തരത്തിലുള്ള ഫലങ്ങളും നീ ഉണ്ടാക്കി കൊടുക്കണമേ എന്ന്. വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. അവിടെ ഫലവർഗ്ഗങ്ങൾ കൊണ്ട് നീ അനുഗ്രഹിക്കണം, അവർക്ക് കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥന സ്വീകരിച്ച രംഗം നോക്കൂ നിങ്ങൾ. ഈ പാളയത്തെ ഫ്രൂട്ട് മാർക്കറ്റിൽ ഇന്ന് വരെ കാണാത്ത പഴവർഗ്ഗങ്ങൾ മക്കയിൽ കഅബയുടെ പരിസരത്ത് ഇപ്പൊ കിട്ടും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാവിധത്തിലുള്ള പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും മക്കയിൽ കിട്ടുന്നു. മക്കയിലാണെങ്കിൽ ആകെയുള്ള അത്യാവശ്യം കൃഷി നടത്തുന്ന സ്ഥലമുള്ളത് തായിഫിൽ മാത്രമാണ്. ആ പരിസരത്തൊന്നും വേറെ കൃഷിയില്ല. എന്നിട്ട് പോലും എല്ലാ തരത്തിലുമുള്ള ഫലങ്ങൾ മക്കയിൽ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പടച്ച തമ്പുരാൻ സ്വീകരിച്ചത്. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഭാര്യയെയും മകനെയും കൊണ്ടാക്കുമ്പോഴുള്ള മാനസികമായ കരുത്ത് അള്ളാഹുവിലുള്ള തവക്കുലിലാണ്. ഗൾഫ് പോയി കുറെ കാലായി, 10-25 കൊല്ലായി ഗൾഫ് പോയിട്ട് അധ്വാനിക്കുന്നു. അപ്പോഴാണ് ഭാര്യന്റെ വകയിൽ കമന്റ്, എത്ര കാലായി നിങ്ങൾ പോകുന്നു, ഇതുവരെ ഒരു വീടുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ? നിങ്ങൾ നോക്കി അപ്പുറത്തുള്ള ആള് അനുജത്തിയുടെ ഭർത്താവ് പോയിട്ട് എത്ര പെട്ടെന്ന വലിയ വീടും കാറും ഒക്കെ ആയത്. മോളെ, അതൊന്നും അത്ര ഹലാലായ മാർഗമല്ല. ഇപ്പൊ ഇക്കാലത്തും ഇതെല്ലാം നോക്കി നടക്കല്ലേ? ഇത് ഭാര്യയുടെ കമന്റ്, കുടുംബത്തിന്റെ കമന്റ്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തവക്കുലിന്റെ മാതൃക ഒരു വിശ്വാസിക്ക് കിട്ടേണ്ടത്. ഫ്രൂട്ട് കടയിൽ കേട് വന്നിട്ടുള്ള സാധനമുണ്ട്, അടിയിൽ പെട്ടിയുടെ അടിയിൽ കേട് വന്ന സാധനം ഉണ്ട് മനസ്സിലായിട്ടുണ്ട്. മുകളിൽ നല്ലതും വെച്ചു, വിൽപ്പന നടത്തുന്നു. അല്ല, ഇത് ഹറാമല്ലേ? നല്ലതും ചീത്തയും കൂട്ടിക്കലർത്തിയിട്ട് മൗലവി ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നോക്കി ആർക്കാ കച്ചവടം ചെയ്യാൻ സാധിക്കുക? ഇതാ മറുപടി. ഇവിടെയാണ് സഹോദര ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള തവക്കുലിന്റെ പാഠം നമുക്ക് വേണ്ടത്. അള്ള പറഞ്ഞതാണോ പാടില്ല എന്ന്? എങ്കിൽ കേടുവന്ന മുന്തിരി നല്ല മുന്തിരിയുടെ കൂടെ ഞാൻ വിൽക്കില്ല. എനിക്കൊരു പക്ഷേ പ്രത്യക്ഷമായിട്ട് ഇപ്പൊ നഷ്ടം വരും, പക്ഷെ അള്ളാഹു എന്റെ കൂടെ ഉണ്ടാകും. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. എനിക്ക് പടച്ച തമ്പുരാൻ മതി. ഈ ഒരു ബോധം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും. ഓഫീസിലെല്ലാവരും വാങ്ങുന്നു കൈക്കൂലി. RT ഓഫീസിൽ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഓഫീസിൽ എല്ലാവരും ഒരു പ്ലാന് പാസ്സാക്കി കൊടുക്കുമ്പോൾ വിഹിതം കിട്ടിയാൽ എല്ലാവർക്കും ഉണ്ട്. അതിൽ പിന്നെ ഞാൻ മാത്രം എങ്ങനെ മാറി നിൽക്കും? ഇതാണോ ചിന്ത? ഇവിടെയാണ് നാളെ നീ പെരുന്നാളിന് മറ്റന്നാൾ പെരുന്നാൾ ആഘോഷിക്കാൻ അല്ലാഹു അക്ബർ പറഞ്ഞു പോകുമ്പോ നിന്റെ ആദർശ പിതാവ് ഇബ്രാഹിം അലൈഹിമുസ്സലാം തന്ന ഒരു പാഠം. കുറ്റിയായ ഒരു വൃക്ഷം പോലും ഇല്ലാത്ത പ്രദേശത്ത് മകനെ ഇട്ടുവെച്ച് പോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അത് ഞാൻ ചെയ്യും. അവരെ രക്ഷിക്കാൻ അള്ളാഹു ഉണ്ടാകും. അത്രയൊന്നും വേണ്ട. കിട്ടിയ ശമ്പളം കൊണ്ട് ഹലാലായിട്ട് ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അവിടെയുള്ള തവക്കുലുണ്ടല്ലോ, അത് പാലിക്കാത്ത മനുഷ്യന് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹതയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക ആ മനുഷ്യന്റെ ജീവിതത്തിലില്ല. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം നൽകുന്ന സന്ദേശം രണ്ടാമത്തേത് തവക്കുലിന്റേതാണ്. എല്ലാ ഭാഗവും പറയാൻ സമയമില്ലല്ലോ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എന്തൊക്കെ അള്ളാഹു അനുവദിച്ചത് മാത്രം ചെയ്യുന്നുവോ, അള്ളാഹു കൽപ്പിച്ചതെല്ലാം ചെയ്യുന്നുവോ, അവിടെയൊക്കെ എനിക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടാകും, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. ആരെന്നെ എതിർത്താലും ശരി എന്ന ഒരു ബോധം, അത് പ്രബോധന രംഗത്ത്, അത് ജീവിതത്തിൽ, അത് കച്ചവടത്തിൽ, അത് സാമൂഹ്യ ജീവിതത്തിൽ, എല്ലായിടത്തും ആ ഒരു തവക്കുലിന്റെ ബോധം. 3, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്.
റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ, എന്നെ നീ പരിഹസിച്ച് കളയരുത് തമ്പുരാനെ, നാണം കെടുത്തരുത്. എവിടെന്ന്? പരലോകത്ത് വെച്ച്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, എന്റെ മക്കളും എന്റെ സമ്പത്തും ഇതൊന്നും എനിക്ക് ഉപകാരപ്പെടാത്ത ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ അല്ലാഹുവേ, നീ എന്നെ പരിഹസിച്ച് കളയരുത്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സഹോദരങ്ങളെ ഈ ഒരു ബോധം ഉണ്ടാവുക. എല്ലാം മറച്ചു വെക്കാം. കൈക്കൂലി വാങ്ങുന്നത് മറച്ചു വെക്കാം, കള്ളത്തരം പറയുന്നത് മറച്ചു വെക്കാം, തട്ടിപ്പ് നടത്തുന്നത് മറച്ചു വെക്കാം, എല്ലാം മറച്ചു വെക്കാം. ആരുടെയൊക്കെ മുന്നിൽ നിന്ന്? പിതാവ്, മാതാവ്, മക്കള്, ഗുരുനാഥന്മാർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, എല്ലാവരിൽ നിന്നും മറച്ചു വെക്കാം. പക്ഷേ നാളെ ഒരു ലോകം, ആ ലോകത്ത് എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നു, എല്ലാം കാണിക്കപ്പെടുന്നു. തുഹ്സിനി യൗമ യുബഅസൂൻ, എന്നെ ദുഃഖിപ്പിച്ചു കളയുന്ന, എന്നെ പരിഹസിച്ചു കളയുന്ന, എന്നെ നാണിപ്പിച്ചു കളയുന്ന ഒരു രംഗം. മുമ്പർമലക്കാരി മൂപ്പര ഹുതുബയൊക്കെ കേട്ട എന്താ ഉഷാറ്. എന്നിട്ട് കൈക്കൂലി വാങ്ങുന്ന, അല്ലെങ്കിൽ കരിഞ്ചന്തക്ക് കച്ചവടം നടത്തുന്ന, തട്ടിപ്പ് നടത്തുന്ന, അഴിമതി നടത്തുന്ന മനുഷ്യനാണ്. ആരും അറിയാൻ പോണില്ല. മൂപ്പര താടിയും തലപ്പാവൊക്കെ കണ്ടാൽ തഖ്വ ഇങ്ങനെ ഒഴുകുന്നതാണ്. പക്ഷേ മനസ്സിന്റെ ഉള്ളിലില്ലെങ്കിൽ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട മനസ്സുമായിട്ട്, നിഷ്കളങ്കമായ മനസ്സുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. സഹോദരങ്ങളെ, നാം പണിയെടുക്കുക, അധ്വാനിക്കുക, നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാക്കാൻ. ഇബാദത്തുകൾ ഒരുപാടുണ്ടായതുകൊണ്ട് കാര്യമില്ല, കുറെ ഖുർആൻ ഓതിയതുകൊണ്ട് കാര്യമില്ല. മനസ്സിൽ കാപട്യവും മനസ്സിൽ ദുഷ്ടതയുമുണ്ടെങ്കിൽ നാളെ പടച്ച തമ്പുരാൻ പരിഹസിച്ചു കളയുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. നാം ഈ പെരുന്നാളിന് ഒരു പ്രതിജ്ഞ എടുക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത മാതൃക ഉൾക്കൊള്ളുന്ന ഈ ദിനരാത്രങ്ങളിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക. മനസ്സിൽ കാപട്യം സൂക്ഷിച്ചുകൊണ്ട്, മനസ്സിൽ ദുഷ്ടത സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ജീവിതം മുന്നോട്ട് നയിക്കുകയില്ല. തുറന്ന പുസ്തകം പോലെ പറയുന്നതെന്തോ അതാണ് എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത്. എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് ലഭിക്കുന്ന ഒരു പാഠം അതാണ്. ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഞാന് ഹറാമായതൊന്നും തിന്നാറില്ല, 5 നേരവും പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാറുണ്ട്, അത്യാവശ്യ ഇബാദത്തൊക്കെ ചെയ്യാറുണ്ട്, പിന്നെ ഞാനല്ലാതെ വേറെ ആരാ സ്വർഗത്ത് പോവാ? നമ്മളല്ലാത്ത വേറെ ആരാ സ്വർഗത്ത് പോവാ? ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, അവസാനവും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞും 6 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയും കൂടിയായിട്ട് കഅബം പണിതുയർത്തുന്നത്. ആ മണലാരണ്യത്തിൽ ആ ഭവനം പണിതുയർത്തിയിട്ട് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ച തമ്പുരാനെ, ഇത് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ. നമ്മുടെ അമലുകൾ സ്വീകരിക്കുവാനായി, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുവാനായിട്ട് അള്ളാഹുവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ കർമ്മം എത്രയായാലും ശരി, എത്ര സദഖ കൊടുത്താലും ശരി, എത്ര ഖുർആൻ ഓതിയാലും ശരി, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. കഴിയാവുന്ന സമയങ്ങളിലൊക്കെയും, രാത്രികാലങ്ങളിൽ നമസ്കാരത്തിന്റെ ശേഷം ഒറ്റക്കിരിക്കുമ്പോ ഒക്കെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ദുആ മറന്നു പോകാതിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أيها الناس أوصيكم ثانيا بتقوى الله. മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കണമെന്നും
തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തട്ടെ. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റന്നാൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈദ് ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു നിർദ്ദേശമൊന്നും നൽകേണ്ടതില്ല, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വർത്തമാനകാലത്ത് ഒരു പ്രസക്തമായ കാര്യമെന്ന് തോന്നിയത് ഉണർത്തട്ടെ. ഒന്ന്, നമ്മുടെ ആഘോഷങ്ങൾ ഒരിക്കലും അന്യർക്ക് ശല്യമായിട്ട് മാറാൻ പാടില്ല. അങ്ങനെ ഒരു ആഘോഷം ഇസ്ലാമിൽ ഇല്ലതാനും. എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ദിവസം ബീച്ചിൻ്റെ ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല. പെരുന്നാളിൻ്റെ ദിവസം കടൽപ്പുറത്ത് പോലീസുകാർക്ക് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ആഘോഷം ഇസ്ലാമിലില്ല. നമ്മൾ ശ്രദ്ധിക്കുക. ഇസ്ലാമിക ലോകത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കം എവിടെയാണെന്നറിയുള്ളത്? ഞാൻ മിക്കവാറും ഈ മെമ്പറിൽ വെച്ച് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലോകത്ത് അതിജയിക്കാൻ പറ്റാത്ത വൻ ശക്തിയായി മാറിയൊരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് താർത്താരികളുടെ ആക്രമണം, അതുപോലെ തന്നെ കുരിശ് യുദ്ധത്തിൻ്റെ ഒക്കെ ചരിത്രങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഒക്കെ തുടക്കം എന്താണെന്നറിയോ? മുസ്ലിം ഉമ്മത്ത് ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ തോന്നിവാസത്തിൻ്റെയും അടിമകളായി മാറി. ആഘോഷവേളകളിൽ ഗാനമേളകളും അതുപോലെ തന്നെ എന്തെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ് അള്ളാഹുവിൻ്റെ സഹായം നിലച്ചു പോവുകയും ശത്രുക്കൾക്ക് ആധിപത്യം കിട്ടുകയും ചെയ്തത്. നമ്മൾ ഒരിക്കലും ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മുടെ ആഘോഷങ്ങൾ ഒരിക്കലും ഈ നാട്ടിലുള്ള ബഹുസ്വരത ഉൾക്കൊള്ളുന്ന മറ്റ് സമുദായങ്ങൾക്ക് നമ്മുടെ ആഘോഷങ്ങൾ ശല്യമായി മാറാൻ പാടില്ല. ഇസ്ലാമിലെ ആ ആഘോഷങ്ങളും ആരാധനാ കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ സ്ത്രീകളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. പെരുന്നാളിൻ്റെ പർച്ചേസ് ഇന്നലെയും ഇന്നും നാളെയൊക്കെ ആയിട്ട് പെരുന്നാളിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരിമാർ പല പ്രദേശങ്ങളിലും അങ്ങാടികളിൽ വല്ലാതെ അഴിഞ്ഞാടുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ പലർക്കും പ്രയാസം തോന്നും. അങ്ങനെ ഞാൻ പറയുന്നില്ല. ആ ഒരു ഘട്ടം എത്തിയിരിക്കുന്നു പല സ്ഥലങ്ങളിലും. സഹോദരങ്ങളെ, എൻ്റെ പെങ്ങൾ അതിലില്ല എന്ന്, എൻ്റെ ഭാര്യ അതിലില്ല എന്ന്, എൻ്റെ ഉമ്മ അതിലില്ല എന്ന്, എൻ്റെ മകൾ അതിലില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പിക്കാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം പെരുന്നാളിന് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ പോണ്ട എന്നല്ല. കാര്യം മനസ്സിലാകുമല്ലോ. അങ്ങാടികളിലധികം സ്ത്രീകൾ അലഞ്ഞു തിരിയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് അപകടമാണ്. അത് അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാത്ത സംഗതിയാണ്. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്നിവിടെ ഒരു കലക്ഷൻ നടക്കുന്നുണ്ട്. തെക്കൻ ജില്ലയിലുള്ള, കോട്ടയം ജില്ലയിലുള്ള ഈരാറ്റുപേട്ട എന്ന് പറയുന്നൊരു പ്രദേശം. മുസ്ലിമീങ്ങൾ അത്യാവശ്യം തെക്കൻ ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ വളരെ കുറവാണ്. ആ കൂട്ടത്തിലൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, പാവപ്പെട്ട കുറേ മനുഷ്യർ താമസിക്കുന്ന പ്രദേശമാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. അവിടെ ഒരു ഖുർആൻ പഠന കേന്ദ്രം സ്ഥാപിക്കുവാനായിട്ട് തൊട്ടപ്പുറത്തുള്ള പാല എന്ന് പറയുന്ന സ്ഥലം നിശേഷം മുസ്ലിങ്ങൾ തീരെ ഇല്ലാത്തൊരു പ്രദേശമാണ്. അവിടെയാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത്. ഖുർആനിക പ്രബോധനത്തിന് വേണ്ടി ഒരു കേന്ദ്രം സ്ഥാപിക്കുവാൻ ആ സഹോദരങ്ങൾ അവരാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളോട് സഹായം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരോടും നേർക്ക് വന്ന് ചോദിക്കുവാനാണ് അവരുടെ ആഗ്രഹം. പക്ഷെ അത് സാധ്യമല്ലല്ലോ. നിങ്ങളോട് നേർക്ക് നേരെ ചോദിച്ചാൽ എത്ര കൊടുക്കുമോ അത്രയും സംഖ്യ ആ സഹോദരങ്ങൾക്ക് ഇന്ന് ആ ബക്കറ്റിൽ ഇട്ടുകൊണ്ട് അവരെ സഹായിക്കുക ഒരു ജാരിയായ സ്വതക്കയാണ്. അവിടെ നിന്ന് പ്രബോധനം സ്വീകരിച്ച് ഖുർആൻ പഠിച്ച് എത്ര ആളുകൾ നന്നാവുന്നോ അതിൻ്റെ പ്രതിഫലം നിങ്ങളുടെ ഖബറുകളിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, അവർക്ക് നീ ദീർഘായുസ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, അവരിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, രോഗികളായി കിടക്കുന്ന ആളുകളുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്പം മുമ്പ് ഒരു സഹോദരി
ഹോസ്പിറ്റലിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. അള്ളാഹുവെ ആ സഹോദരിയുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ കൊടുക്കുന്ന മരുന്നുകൾ ഫലപ്രദമാക്കി മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ വലിയ വലിയ പരീക്ഷണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തെയും ഈമാനോടുകൂടി മരിപ്പിക്കണേ തമ്പുരാനെ. സ്വാലിഹ്യങ്ങളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ നാടിന് നീ ബർക്കത്ത് ചൊരിയണമേ തമ്പുരാനെ. ഈ നാട്ടിൽ നീ സമാധാനം ചൊരിയണേ തമ്പുരാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمؤمنين والمؤمنات والمسلمين والمسلمات إنك أحياء الأموات والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.